പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനായിട്ട് ഒരു മധ്യസ്ഥൻ്റെ റോളിലേക്ക് വന്നത് പാകിസ്ഥാനാണ്. എന്തുകൊണ്ടാണ് മേഖലയിൽ വലിയ ശക്തിയൊന്നും അല്ലാതിരുന്നിട്ടും പാകിസ്ഥാൻ ആ റോൾ ഏറ്റെടുത്തത്? ഒടുവിൽ ചർച്ചയിൽ തീരുമാനമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാൻ കൂടി യുദ്ധത്തിലേക്ക് ഇറങ്ങണമെന്നാണ്. അതായത് സൗദിയുമായിട്ട് നേരത്തെ ഉണ്ടായ ഒരു കരാർ അനുസരിച്ച് സൗദിയെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഇറങ്ങണം, പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദി ഇറങ്ങണം. അതിന് സമാനമായിട്ട് GCC രാജ്യങ്ങൾക്കൊപ്പം ഇപ്പോൾ പാകിസ്ഥാൻ ഇറാനെതിരായിട്ടുള്ള യുദ്ധമേഖലയിലേക്ക് ഇറങ്ങേണ്ട ഒരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോംപ്രമൈസിലൂടെ കുറച്ച് പണം അമേരിക്കയിൽ നിന്ന് കൈക്കലാക്കാമെന്നായിരിക്കാം പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത്. പെട്ടുപോയോ പാകിസ്ഥാൻ? ഇപ്പോൾ പാകിസ്ഥാൻ പെട്ടുപോയത് അവർ ഈ പൊങ്ങച്ചമൊക്കെ പറയാൻ പോയത് എന്താണ്, മധ്യസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ മണിച്ചിത്രത്താഴ് സിനിമ ഓർമ്മയുണ്ട്. അതിൽ തിലകൻ മോഹൻലാലിനെ തിരിച്ചറിയുന്നു. പണ്ട് അമേരിക്കയിൽ പേപ്പർ അവതരിപ്പിച്ച് മിടുക്കൻ തിരിഞ്ഞ് നെടുമുടി വേണുവിനോട് പറയുന്നു, 2 കസേര എടുത്ത് വടക്കേ മുറ്റത്തിട് എന്ന് പറയും. നെടുമുടി വേണുവിന് അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും പക്ഷേ ആ സാഹചര്യത്തിൽ അത് ചെയ്യാതെ നിർവാഹമില്ല. ഇങ്ങനെ കസേര എടുത്ത് മുറ്റത്തിരുന്ന് ഇവർ സംസാരിക്കും. ഈ നെടുമുടി വേണുവിൻ്റെ റോളാണ് പാകിസ്ഥാൻ. ട്രംപ് പറഞ്ഞു, എടാ JD വാൻസും സംഗതിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്, പോവാ, അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. ഇതിന് മധ്യസ്ഥൻ എന്ന് വിളിക്കാമോ? പാകിസ്ഥാൻ സ്വയം മധ്യസ്ഥൻ എന്ന് വിളിച്ചതല്ല, അതെ, വേറെ ആരും മധ്യസ്ഥൻ എന്ന് വിളിച്ചില്ല. മധ്യസ്ഥൻ നോക്ക് സിനുജി, ഒരു മധ്യസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ടഡ് പാർട്ടികളെക്കാൾ സ്റ്റേച്ചറുള്ള ആളായിരിക്കണം മധ്യസ്ഥൻ. അതെ, അപ്പോഴേ ഇവർ കേൾക്കുള്ളൂ. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മാഷും സിനിജിയും തമ്മിൽ വഴക്ക് നടക്കുമ്പോൾ നിങ്ങളെക്കാൾ സ്റ്റേച്ചറിൽ വലിയ ആളാണ്, പ്രായത്തിലും ഇതിലുമൊക്കെ വലിയ ആളാണ് ഞാൻ, വേണ്ടി വന്നാൽ ശാരീരികമായിട്ട് തന്നെ നിങ്ങളെ പിടിച്ചു മാറ്റാൻ കഴിവുള്ളവനാണ്, എങ്കിൽ മാത്രമേ നിങ്ങൾ എന്നെ അനുസരിക്കുകയുള്ളൂ. ഞാൻ സിനിജിയോട് പറഞ്ഞതേ മാഷി ഇത്രയൊക്കെ ചെയ്യും, ഇത് മതി, ഇനി ഇതിക്കുള്ളു വാശി പിടിക്കാതെ ഞാനല്ലേ പറഞ്ഞു. ഇങ്ങനെ ഇതാണ് മധ്യസ്ഥൻ. അല്ലാതെ കസേര ഇട്ട് കൊടുക്കുക, നാരായണൻ്റെ കടയിൽ നിന്ന് ചായ പരിപ്പുകളൊക്കെ വാങ്ങിച്ചു, പഴംപൊരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, ഇത് മധ്യസ്ഥനാണ്. പക്ഷേ പാകിസ്ഥാൻ അതങ്ങ് പ്രഖ്യാപിച്ചു, ഞങ്ങൾ മധ്യസ്ഥന്മാരാണ്. അപ്പോൾ പിന്നെ ചർച്ച ചീറ്റിപ്പോയതിൻ്റെ ഉത്തരവാദിത്വം മധ്യസ്ഥന് വരണം. അതെ, ഇത് ഞാൻ വേലക്കാരൻ മാത്രമാണ്, ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. മീഡിയേറ്റർ എന്ന് പറഞ്ഞപ്പോഴാണ് കുഴപ്പം. ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ആർക്കും സാധിക്കും, ഏത് ചെറിയ രാജ്യത്തിനും സാധിക്കും, നിഷ്പക്ഷമായ. ട്രംപ് ചെയ്തത് ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റാണ്. ഇറാൻ ഇത് സമ്മതിക്കണമെങ്കിൽ ഒന്ന് ഒരു മുസ്ലിം രാജ്യമായിരിക്കണം, ഇരുന്ന് സംസാരിക്കണമെങ്കിൽ മുസ്ലിം രാജ്യമാണ്. അപ്പോൾ ഈജിപ്തിനോട് ചോദിച്ചു, ഈജിപ്റ്റ് പറഞ്ഞു എനിക്ക് പറ്റില്ല, കാരണം എൻ്റെ അയൽവക്കത്താണ് ഇസ്രായേൽ, അവർക്ക് അയാൾ ഇതിലില്ലല്ലോ, ഈ ചർച്ചയിൽ അയാളില്ലല്ലോ. ആ ന്യായം ആദ്യം ചോദിക്കുന്നത് ഈജിപ്റ്റാണ്. നിങ്ങൾ 3 പേരാണ് വഴക്കിലുള്ളത്, അതിനകത്ത് 2 പേര് തമ്മിൽ ചർച്ച നടത്തുന്നു, 3-ാമനെ മാറ്റി നിർത്തിയിരിക്കുന്നു, അവൻ എൻ്റെ അയൽവക്കാണ്, എന്തിനാണ് എന്നെ വെറുതെ കുഴപ്പത്തിലാക്കുന്നത്? ഞാൻ ഒരു കാര്യം ചെയ്യാം, മറ്റെന്തെങ്കിലും സൗകര്യമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരാളെ വിട്ടു തരാമെന്ന് ചോദിച്ചു. എനിക്ക് പറ്റില്ല. ഗൾഫ് നാടുകളെ ഒന്നും മധ്യസ്ഥനാക്കാൻ പറ്റില്ല, കാരണം അവരെ മുഴുവൻ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞു. ജോർദാനെ പറ്റില്ല, അവരുടെ തലയിലും 1 മിസൈൽ ഇട്ടിട്ടുണ്ട്. തുർക്കി പറ്റില്ല, തുർക്കി 3 മിസൈൽ ഇട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ് സകലവരെയും വെറുപ്പിച്ച് നിൽക്കുകയാണ് ഇറാൻ. ഇന്തോനേഷ്യയോട് ചോദിച്ചു, ഇന്തോനേഷ്യ പറഞ്ഞു ഞങ്ങൾ മധ്യസ്ഥരാകും, പക്ഷേ ഒരു കാര്യം, ഞങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കാൻ പോവാണ്. അടുത്ത യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി വരുമ്പോൾ ഞങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കും, ഇസ്രായേലിൻ്റെ എംബസി ഇവിടെ തുറക്കും, ഇന്തോനേഷ്യയുടെ എംബസി അവിടെ തുറക്കും. അപ്പോൾ ഞങ്ങൾ ചതിച്ചു എന്നൊന്നും പറഞ്ഞേക്കുന്നത്, ഈ കണ്ടീഷൻ സമ്മതമാണെങ്കിൽ ചെയ്യാം. അയ്യോ അത് പറ്റില്ല. ഒടുവിലാണ് പാകിസ്ഥാനെ തീരുമാനിച്ചത്. ഏറ്റവും ഒടുവിൽ എല്ലാവരുടെയും പേര് വെട്ടി പാകിസ്ഥാനിലെത്തി. മാത്രമല്ല ട്രംപ് പറഞ്ഞാൽ കേൾക്കുന്നവനാണ് പാകിസ്ഥാനിലെ 2-3 കക്ഷികൾ. ഇറാനും പറഞ്ഞു പിന്നെ ഒരു വാവളപ്പനാണ്, പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറാൻ സമ്മതിച്ചു. ഇറാൻ നോട്ട് ഹാപ്പി വിത്ത് പാകിസ്ഥാൻ. അവർ തമ്മിലുള്ള റിലേഷൻ ഒരിക്കലും അത്ര സ്മൂത്തൊന്നുമല്ല. കാരണം പാകിസ്ഥാൻ സൗദി അറേബ്യയുമായിട്ട് ഡിഫൻസ് ഡീലുണ്ടാക്കി പല രീതിയിൽ ഇറാനെതിരെ എന്ന് തോന്നിക്കത്തക്ക നടപടികൾ എടുത്ത ആൾക്കാരാണ് പാകിസ്ഥാൻ.
പിന്നെ ശരി, ഇപ്പോൾ വേറെ രാജ്യമൊന്നും ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ആയിക്കോട്ടെ എന്ന് അവരും സമ്മതിച്ചു. ഇങ്ങനെ ഒരു ഫെസിലിറ്റേറ്റർ ആയതാണ് പാകിസ്ഥാൻ. അവർ മധ്യസ്ഥനാണെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കുറേ ജിഹാദികൾ കൂടിയാണോ പാകിസ്ഥാൻ മധ്യസ്ഥനായി തന്നെ എന്തിനു കൊള്ളാടൂ എന്നൊക്കെ നരേന്ദ്രമോദിയോട് മാഷ അറിയാമോ, 4 തവണ പുടിൻ പറഞ്ഞു ഞാൻ മധ്യസ്ഥനാകാമെന്ന് അങ്ങോട്ട് പറഞ്ഞു, ഐ വിൽ മീഡിയേറ്റ്. കാരണം കുറേ കൂടെ മാന്യത വരും. കാരണം ഇവരുടെ തന്നെ സ്റ്റേച്ചറുള്ള ആളാണ് പുടിൻ. ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയെടുക്കാനുള്ള സാമർഥ്യമുള്ളവനാണ്, തൻ്റെ ഇടമുള്ളവനാണ്. 4 തവണ പറഞ്ഞിട്ടും ട്രംപ് കേട്ട ഭാഗം നടിച്ചില്ല. ഇന്നലെയും കൂടെ പറഞ്ഞു പോയി, നിങ്ങളൊരു കാര്യം ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ മധ്യസ്ഥനാകും, റഷ്യ വിൽ മീഡിയേറ്റ് എന്ന് പറഞ്ഞു. ഇറാന് സമ്മതമാണ്, പക്ഷേ അമേരിക്കയ്ക്ക് സമ്മതമില്ല. കാരണം അമേരിക്കയുടെ മനസ്സിൽ ഇവർ പണ്ട് ഇറാനെ സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും അവർ സഹായിക്കുന്നുണ്ട്, എന്നിട്ട് മധ്യസ്ഥ അങ്ങനെ ഇപ്പോൾ കളിക്കുന്നു. ഇതാണ് അമേരിക്കയുടെ. അതുകൊണ്ടാണ് അപ്പോൾ ഈ പാകിസ്ഥാൻ ഈ മധ്യസ്ഥ സ്ഥാനം അവകാശപ്പെടരുതായിരുന്നു. അത് കുറേയൊക്കെ ഹൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയതുമാണ്. അത് ഒരു ചർച്ച സക്സസ്ഫുള്ളായി കഴിഞ്ഞാൽ പാകിസ്ഥാന് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആലോചിച്ചു. ഇപ്പോൾ ഈ ചർച്ച പൊളിഞ്ഞപ്പോഴാണല്ലോ എൻ്റെ സ്ഥാനവും പൊളിഞ്ഞു. അല്ല, ശരിക്കും പറയാം, ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു യുദ്ധക്കൊതിയനല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം, അതിനൊരു ചർച്ച നടത്തണം. അപ്പോൾ ചർച്ച നടത്താൻ പാകിസ്ഥാൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും അമേരിക്ക പറയുന്നവരെ കേൾക്കും. അപ്പോൾ പാകിസ്ഥാൻ അമേരിക്ക അങ്ങോട്ട് ചാടാൻ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടാൻ ഇങ്ങോട്ട് ചാടും. മാത്രമല്ല ഈ ചർച്ചയിലൂടെ കുറച്ച് പണം ചിലവാകുമല്ലോ, അത് റീഇംബേഴ്സ് ചെയ്യാം US-ൽ നിന്ന്, അല്ലെങ്കിൽ ട്രംപിൻ്റെ നിന്ന് കുറച്ച് പണം കടം മേടിക്കാം. ഇങ്ങനെ ഒരു ചിന്തയും പാകിസ്ഥാൻ ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഈ റോള് അതാരും പ്രതീക്ഷിച്ചല്ല, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് 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 ന്യായത്തിലാണ് അവർ മധ്യസ്ഥരാവുക എന്ന ചോദ്യം TG ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു ആൻസർ, ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളും വാർത്തകളും വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ വഹിക്കുന്ന റോള് ഒരു വിക്ടിംസ് പ്ലീഡർ എന്ന് പറയില്ലേ, അവരൊക്കെ TG പറഞ്ഞ പോലെ ഇതിലെ ഏറ്റവും വലിയ വിക്ടിംസ് ഈ ഗൾഫ് രാജ്യങ്ങളാണ്. മാത്രമല്ല അതുവഴി ഇവിടെ നിന്ന് പോയ ഏതാണ്ട് 1 കോടിയോളം മനുഷ്യർ ഇന്ത്യക്കാരുണ്ടല്ലോ പുറത്ത്. അപ്പോൾ അവർക്കൊക്കെ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ ആഘോഷത്തിൻ്റെ ഒരു സ്വഭാവം നമുക്ക് കാണുന്നത്. പാകിസ്ഥാനോട് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, അത് ഈ ജിഹാദികൾ ഉപയോഗിക്കുന്ന പോലെയല്ല, സാധാരണ പ്രവാസികളൊക്കെ ആയ മനുഷ്യർ സന്തോഷിക്കുന്നുണ്ട്. കാരണം ആരെങ്കിലും ഒന്ന് ഇറങ്ങിയല്ലോ എന്ന മട്ടിലാണ് പാകിസ്ഥാൻ്റെ ഈ റോളിനെ കാണുന്നത്. എത്ര ദുർബലന്മാരാണെങ്കിലും ഒന്നിനും കൊള്ളൂലെങ്കിലും അവരെ കൊണ്ട് നമുക്ക് നാശമേ ഉള്ളൂ എങ്കിലും അവർ ഈ സമയത്ത് തന്നെ ഇറങ്ങിയല്ലോ എന്നൊരു സന്തോഷമാണ് ഈ പ്രകടിപ്പിക്കപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സത്യത്തിൽ ഇതിൻ്റെ ഇപ്പോൾ ഈ യുദ്ധാനന്തരം ചില കാര്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ദീർഘകാലമായിട്ട് അമേരിക്കൻ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബേസൊക്കെ ഇവർ മിലിറ്ററി ബേസുകളൊക്കെ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ അവർക്ക് അമേരിക്ക ഇല്ലെങ്കിൽ പോലും ഒരു പക്ഷേ അമേരിക്കയേക്കാൾ ഇപ്പോൾ അവർക്ക് പല കാര്യങ്ങളിലും ആവശ്യമുള്ളത് ഇസ്രായേലാണ്. എന്നാൽ ഇസ്രായേലിനെ പരമ്പരാഗതമായി തള്ളിപ്പറഞ്ഞുകൊണ്ടേയിരിക്കുകയും അമേരിക്കയെ അനാവശ്യമായി പോറ്റേണ്ടി വരികയും ചെയ്യുന്നൊരു ബാധ്യതയുടെ പേരിലാണ് ഇപ്പോൾ ഈ യുദ്ധം അവർ സഹിക്കേണ്ടി വരുന്നത്. കാരണം അമേരിക്കൻ ബേസിലാണ് ആക്രമിക്കുന്നത്. ഇറാൻ പച്ചക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ രാജ്യത്തോട് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല, നിങ്ങളുടെ ഈ അമേരിക്കൻ ബേസിനെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ദുരിതം അനുഭവിക്കുന്നത് സത്യത്തിൽ അവരാണ്. അവർക്കാണെങ്കിൽ ഇപ്പോൾ ഇറാനോട് പോലും സൗദി അറേബ്യ കരാറിന് തയ്യാറായിരുന്നല്ലോ, ഇടക്കാലത്ത് തയ്യാറായിരുന്നു ഒരു ഘട്ടം വരെ. എന്താണെന്ന് വെച്ചാൽ ഈ നിരന്തരമായ ഈ വംശീയമായ പകയുണ്ടല്ലോ, അത് ഈ പുരോഗതി ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തിന്, അതിപ്പോൾ MBSൻ്റെ കാലം എത്തിയപ്പോൾ ഫഹദ് രാജാവിൻ്റെ കാലത്ത് ശരിയാ, സൽമാൻ രാജാവും വേണമെങ്കിൽ സഹിച്ചേക്കും, പക്ഷേ MBS സഹിക്കില്ല. അദ്ദേഹം ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന് നാടിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്, ലോക നിലവാരത്തിലേക്ക് എത്തിക്കണമെന്നുണ്ട്, ദുബായിയേക്കാൾ മുന്നേറിയ ഒരു രാജ്യമാക്കി മാറ്റണമെന്നുണ്ട്. അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഇറാനോടുള്ള ഈ കുടിപ്പക ഇനി വെച്ച് കുറിപ്പിക്കേണ്ടതില്ല, തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആരും പറയാനില്ല. കാരണം അമേരിക്കയെ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അമേരിക്കയെ തിരിച്ചാക്രമിക്കേണ്ടതിന് പകരം ഇറാൻ ഒരിക്കലും ചെയ്യുന്നില്ല. ഇറാൻ അമേരിക്കയെ ആക്രമിക്കുന്നില്ല. ഈവൻ ഇസ്രായേലിനെ പോലും അവർ പറയുന്ന കാര്യം, ഇപ്പോൾ ഇന്നലെ വന്നൊരു കണക്ക് കണ്ടു ഞാൻ, അവർ പറയുന്നത് ദീർഘദൂര മിസൈലുകൾ ഞങ്ങളുടെ കയ്യിൽ എണ്ണം കുറവാണ്, ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് ഞങ്ങളുടെ കയ്യിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് ഇതുവരെയുള്ള ഈ യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് വരെ ഇറാൻ 850 860 അത്രയാണ്, 800 സംതിങ് ആണ് ഇതുവരെ ഇസ്രായേലിലേക്ക് നേരിട്ട് വിനിയോഗിച്ചിട്ടുള്ള ഡ്രോണുകൾ, മിസൈലുകൾ ആൾ ടുഗദർ 850 വരുന്നുള്ളൂ. എന്നാൽ 2800ഓളം എന്ന് വെച്ചാൽ 3000ഓളം മിസൈലുകൾ ഈ അയൽ രാജ്യങ്ങളിലേക്ക് പ്രയോഗിച്ചു കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥ വിക്ടിംസ് ഇവരാണ്. അതിനവർ പറയുന്ന കാരണം ഈ പറഞ്ഞ ന്യായങ്ങളൊക്കെ ആണെങ്കിൽ പോലും
ഈ വിക്ടിംസിന് വേണ്ടി ഇപ്പോൾ നടത്തുന്ന ഒരു ഒരു പ്ലീഡർ പോസ്റ്റിലാണ് ഇപ്പോൾ സൗദി അറേബ്യ അല്ലെ. അപ്പോൾ ഇപ്പോൾ സിനുജി പറഞ്ഞ കാര്യങ്ങളുണ്ടാവും. അവർക്ക് തീർച്ചയായിട്ടും ദരിദ്രരാണ്, പാവങ്ങളാണ്, നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്, പിടിപ്പുകേട് കൊണ്ട് തകർന്നു പോയ മുടിഞ്ഞു പോയ രാജ്യമാണ്. അവർക്കിപ്പോൾ അമേരിക്ക എന്തെങ്കിലും കൊടുത്താൽ വാങ്ങിക്കാമെന്നുണ്ടാവും, സൗദി അറേബ്യ തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ടാവും. ഈ വിക്ടിം എനിക്ക് തോന്നുന്നു ഈ പ്ലീഡർഷിപ്പിന് അവർക്ക് വലിയ ഫീസ് ഒരു പക്ഷേ സൗദി അറേബ്യ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടാവും. സൗദി അറേബ്യക്ക് അത് ആവശ്യമുണ്ട്, മിഡിൽ ഈസ്റ്റിനും ആവശ്യമുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഇതൊന്നും തീർക്കാൻ ഇപ്പോഴും TG പറഞ്ഞൊരു സജഷൻ വന്നിട്ടുണ്ട്. ഇത് ദയനീയമായിട്ട് പരാജയപ്പെട്ടപ്പോൾ അപ്പോഴും പുടിൻ മുന്നോട്ട് വന്നിട്ടുണ്ട്, ഞാൻ തയ്യാറാണ്, അമേരിക്കയാണ് തയ്യാറാവാത്തത്. ഇതാണ് ഇതിൻ്റെ ഒരു ക്രൈസിസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ലോകത്തിന് കണ്ടുകൂടാത്ത ഒരുത്തനാണെങ്കിൽ പോലും പാകിസ്ഥാൻ ഈ സമയത്ത് ഇറങ്ങിയതിൽ മിഡിൽ ഈസ്റ്റിലെങ്കിലും ഒന്ന് ഇറങ്ങിയല്ലോ, അവനെ കൊണ്ടാവുന്ന വിധം ഒരു ശ്രമം നടത്തിയല്ലോ എന്നൊരു ഗുഡ് വിൽ അവർ നേടിയിട്ടുണ്ട് ഇതിലൂടെ. അല്ല, അതൊരു ശരിയായ റീഡിംഗ് അല്ല. കാരണം വിക്ടിമിന് വേണ്ടി പ്ലീഡിങ്സ് ഒന്നും തന്നെ പാകിസ്ഥാൻ നടത്തിയിട്ടില്ല. പാകിസ്ഥാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന പോലെ പ്രത്യക്ഷത്തിൽ ചായ കൊണ്ടുപോയി കൊടുക്കുക, ഇതുപോലെയുള്ള ജോലിയാണ് പാകിസ്ഥാൻ ചെയ്തത്. ഈ കവറിലിട്ട് ഇവരുടെ കണ്ടീഷൻസ് പാകിസ്ഥാൻ്റെ അത് മറ്റേ മുറിയിൽ കൊണ്ടുപോയി സർക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ റിപ്ലൈ ഇപ്പുറത്ത് കൊണ്ടുവന്ന് തരിക. വേറെ ഒരക്ഷരം പാകിസ്ഥാൻ പ്രൈവറ്റിലോ പബ്ലിക്കിലോ പറഞ്ഞിട്ടില്ല. ഈവൻ സൗദി അറേബ്യ MBS ഒരു മാന്യനായതുകൊണ്ടാണ് ഒറ്റ ചോദ്യം, ഇവരുടെ സൗദി അറേബ്യയുമായിട്ട് ഒരു സന്ധ്യ എടുക്കുക, സൈനിക സന്ധ്യയുണ്ട് പാകിസ്ഥാൻ്റെ, ഡിഫൻസ് ഡീലുണ്ട്. ആ ഡിഫൻസ് ഡീലിൽ പറഞ്ഞിരിക്കുന്നത് സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടാൽ പാകിസ്ഥാൻ ആക്രമിച്ചതായിട്ട് കണക്കാക്കും, പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദിയെ ആക്രമിച്ചതായിട്ട് കണക്കാക്കും. ഇതിനാണ് ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെ പറഞ്ഞു. നാറ്റോയിൽ അങ്ങനെയാണല്ലോ, ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ എല്ലാവരെയും ആക്രമിച്ചതായിട്ട് കണക്കാക്കപ്പെടും. സൗദിയെ ഇറാൻ ആക്രമിച്ചു, പാകിസ്ഥാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. സൗദി അറേബ്യ ഇത് രഹസ്യമായിട്ട് പാകിസ്ഥാനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊരു ക്രൈസിസ് വന്നപ്പോൾ നീ എന്ത് ചെയ്തു? പാകിസ്ഥാന് അത് സാധ്യമല്ല ഇറാനെതിരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ. പാകിസ്ഥാൻ്റെ അയൽവക്കത്താണ് ഇറാൻ. 2 ഹൈപ്പർസോണിക് മിസൈലിൽ തീർന്നു പോകും ഇറാൻ, അല്ലേ പാകിസ്ഥാൻ. അതുകൊണ്ട് ഇവന് പേടിയാണെങ്കിൽ നീ എന്ത് വിചാരിച്ച് ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു? UAE നോക്ക്, UAE വട്ടം ഉടക്കിയിരിക്കുകയാണ്. ഈ ബഹളത്തിൻ്റെ നടുക്ക് സാറ് ശ്രദ്ധിച്ചു, ഇവരുടെ ചർച്ച നടക്കുന്നതിൻ്റെ തലേ ദിവസം ഡോക്ടർ S ജയശങ്കർ UAE പോയി. UAE സ്ഥാനപതി ഇന്ത്യയിൽ വന്നു, ഫൈനാൻസ് മിനിസ്റ്റർ മറ്റാണ് ഇന്ത്യയിൽ വന്നു. UAE വട്ടം ഉടക്കിയപ്പോൾ സൗദിയുമായിട്ട് ഉടക്കി നിൽക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ യമനിൽ അവർ വഴക്കായിരുന്നു. യമനിൽ അവർ തമ്മിൽ അവരുടെ സൈന്യങ്ങൾ തമ്മിൽ തന്നെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അവസാനം UAE അവിടെ ഇട്ടിട്ട് പോയി, ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് UAE ഇട്ടിട്ട് പോയി. ഇവരിൽ ഏറ്റവും മര്യാദക്കാരാണ് UAE. MBS മുഹമ്മദ് ബിൻ സൽമാൻ എന്നുള്ള രീതിയിൽ പുള്ളിയെ സ്വയം മാർക്കറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. UAE അതുപോലും ചെയ്യുന്നില്ല. വളരെ ലോ ലൈങ് ആയ സ്വന്തം കാര്യങ്ങൾ നോക്കിയിട്ട് അങ്ങനെ പോകുന്ന ഒരു ഗ്രൂപ്പാണ് UAE. അവരെ ഇറാൻ ആക്രമിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അവർ പറയുന്നത് ഇതിനൊന്നും യാതൊരു ലോജിക്കുമില്ല. അതിൻ്റെ കൂടെ പാകിസ്ഥാൻ പുറത്താൻ പോകുന്നു. UAE പറഞ്ഞു, നീ എനിക്കൊരു 3.5 ബില്യൺ തരാനുണ്ട്, വൈകുന്നേരം തരാൻ ചേട്ടാന്ന് പറഞ്ഞ് നീ മേടിച്ചുകൊണ്ട് പോയത്, വെക്കടാ കാശ്. ഇപ്പോൾ ആ 3.5 ബില്യൺ ഇന്നലെ കൊടുക്കേണ്ട 11-ാം തീയതി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ കൊടുത്തിട്ടില്ല. തിങ്കളാഴ്ച ആവട്ടെ ചേട്ടാ, 2 ദിവസം അവധിയല്ലേ, ബാങ്ക് തുറന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. ഇവൻ്റെ ബാങ്കിൽ കാശിൻ്റെ അന്ന് UAEക്ക് നന്നായിട്ടറിയാം. UAEക്ക് ദാരിദ്ര്യമൊന്നും വന്നിട്ടില്ല. UAEക്ക് ഈ ഒരു കുറേ മിസൈൽ അല്ലെ ഡ്രോൺ വേണമെന്ന് പറഞ്ഞിട്ട് അവർ സാമ്പത്തികമായിട്ട് പൊളിഞ്ഞു പോയിട്ടൊന്നുമില്ല. പക്ഷേ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ തരാനുള്ളതാണ്, കാലം കുറേ ആയി, 3.5 ബില്യൺ ഞങ്ങളിപ്പോൾ യുദ്ധവും സംഗതി കേട്ടിച്ചിട്ട് നിൽക്കണം, കാശ് വയ്ക്കുന്നു. എന്നിട്ട് UAE ഇന്ത്യയുമായിട്ടും റഷ്യയുമായിട്ടും എന്തൊക്കെയോ സംസാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. റഷ്യ വെറുതെ നാണം കിടാൻ ആരെങ്കിലും പോകുക, മധ്യസ്ഥത വേണോ മധ്യസ്ഥത എന്ന് ചോദിച്ചുകൊണ്ട് ആരെങ്കിലും നടക്കുമോ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പുടിൻ പറഞ്ഞു, വി ആർ പ്രിപ്പയർഡ് ടു മീഡിയേറ്റ്. പാകിസ്ഥാനിലെ ചർച്ച തോറ്റു കഴിഞ്ഞപ്പോൾ. അപ്പോൾ സംതിങ് ഈസ് കുക്കിംഗ് ബിഹൈൻഡ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത. ട്രംപിൻ്റെ ആണെങ്കിലും എന്തിനയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല.
ഭ്രാന്ത് പിടിച്ച പോലെയാണല്ലോ അതെ. പറയുന്നതിന് വിരുദ്ധമായിട്ട് ചെയ്യുക, ചെയ്തതിന് വിരുദ്ധമായിട്ട് പറയുക, ചെയ്തത് ചെയ്തില്ല എന്ന് പറയുക, ആരെങ്കിലും പറഞ്ഞു അവർ തെറി പറയുക. ഇങ്ങനെ പരിപാടി. അതുകൊണ്ട് ഇപ്പം എന്തായി, ഒരു ലോക നേതാവും ട്രംപിന് നേരിട്ടൊരു മെസ്സേജ് കൊടുക്കില്ല. കാരണം ഇയാൾ തെറി പറഞ്ഞാൽ എന്ത് ചെയ്യും? ശരിയാണ്. മോശമല്ലേ? അതുകൊണ്ട് ആരും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ല ട്രംപുമായിട്ട്. എല്ലാവരും JD വാൻസിനോടോ മാർക്കോ റൂബിയോടോ അവനോടോ ഒക്കെ പറയുന്നു, ഇയാളോട് പറയില്ല. അപ്പം പറഞ്ഞാൽ തെറി പറയും. ഇപ്പൊ പറയുന്നത് ഹോർമൂസ് ഞങ്ങൾ അടച്ചിടും എന്നാണ്, ബലമായി അടച്ചിടും എന്നാണ് ലേറ്റസ്റ്റ്. സാറേ, ഈ കുന്തം തുറന്ന് കിടന്നതല്ലേ? ഇയാൾ ഈ യുദ്ധം തുടങ്ങിയപ്പോഴല്ലേ ഈ ഹോർമൂസിൽ ഇറാൻ കയറി പിടിച്ചത്? അതെ. ഹോർമൂസ് തുറന്നു കിടന്നതാണ്. ഇപ്പം ഇയാൾ പറയുന്നത് ഹോർമൂസ് തുറക്കട. അത് തുറന്നു കിടന്നതാണ്, താൻ കാരണമാണ് അറിഞ്ഞു പോയത്. എന്നിട്ട് ഇപ്പോൾ അയാൾ അഡീഷണലായിട്ട് അടയ്ക്കാൻ പോകുന്നു. ഇറാൻ ഇവിടെ ചവിട്ടി പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ പുറത്തുകൂടെ ആരും കയറാതിരിക്കാൻ ഞാൻ കപ്പൽ കൊണ്ടുപോയിടുകയാണ്. അതെ. എന്നിട്ട് ഇയാൾ ഇവരുടെയൊക്കെ പഴയ പ്രസിഡന്റുമാരെ എല്ലാം ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. ജെറാൾഡ് ഫോർഡ്, എബ്രഹാം ലിങ്കൺ, ജോർജ് ബുഷ്, ഇവരൊക്കെ കപ്പലിന് പേരിട്ടിട്ട് ഉപ്പുവെള്ളത്തിലിട്ടിരിക്കുക. ഇത് ഈ കപ്പലുകളെല്ലാം മുൻ പ്രസിഡന്റുമാരുടെ പേരല്ലേ? ആ മുൻ പ്രസിഡന്റുമാരുടെ പേരാണ്. അത് കൂടാതെ ഉണ്ട് കേട്ടോ, ബോക്സർ, നെമിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പേരുകളുണ്ട്, ട്രിപ്പോളി ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ഇപ്പോഴൊരു പ്രശ്നമില്ല. ഈ പറയുന്ന ഹോർമൂസ് കടലിലേക്ക് വഴി കപ്പലുകൾ കടന്നു പോകുന്നതിനൊരു തടസ്സം ഈ ഇവിടെ മൈലിട്ടെന്നാണല്ലോ പറയുന്നത്. അമേരിക്ക ഈ പറയുന്ന പോലെ ഒരു കപ്പലും പോകണ്ട എന്ന് പറഞ്ഞിട്ട്, അതായത് ഇറാൻ്റെ ഷാഡോ ഫ്ലീറ്റ് അടക്കം തടഞ്ഞാൽ ഇറാനും എണ്ണ കച്ചവടം നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇറാൻ്റെ യുദ്ധം അവിടെ കൊതി തീരില്ലേ? ഇതേ ഞാൻ ആ വാർത്ത നോക്കി, ഇവിടെ ഇതൊരു ഫൂളിഷ്നെസ് ആണല്ലോ, ആരെയും ഞാൻ വിടുകയില്ല എന്ന് അമേരിക്ക പറയും. അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രാന്ത് എന്ന് പറയുന്നത് ഇതാണ്. ഡീറ്റെയിൽസ് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴില്ല, അമേരിക്ക വെരിഫൈ ചെയ്യും, ഇറാൻ്റെ കപ്പലൊഴിച്ച് ബാക്കിയെല്ലാം കയറ്റിവിടും, ഇറാൻ്റെ കപ്പൽ മാത്രം തടയും. ഇത് തടയുന്നത് മറ്റേ കാർഗ് ഐലൻഡ് അവർ നശിപ്പിച്ചല്ല, കാർഗ് ഐലൻഡിന് അവിടെ അവരതങ്ങ് വളഞ്ഞിട്ട് ഇറാൻ്റെ എണ്ണ ലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ ലോഡ് ചെയ്തിട്ട് ഒരു കപ്പൽ പോവുകയാണെങ്കിൽ അവനെ പുറം കടലിലിട്ടും പിടിക്കും. ബാക്കി രാജ്യങ്ങൾക്ക് നിയന്ത്രണമില്ല, ഇറാന് മാത്രം നിയന്ത്രണം. ഇതാണ് അമേരിക്ക ഈ ബ്ലോക്കേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബ്ലോക്കേഡിൻ്റെ പ്രധാന ഉദ്ദേശം ഇറാനെ ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല, ചൈനയിലേക്ക് പോകുന്ന ചൈനയിലേക്കാണ് പോകുന്നത്. ഇറാൻ്റെ ഓയിലിൻ്റെ 90% കാരണം ഈ ഇതിൽ കള്ളക്കളി കളിക്കുന്നത് ചൈനയാണെന്ന് നേരത്തെ മുതൽ അമേരിക്കയ്ക്ക് സംശയമുണ്ട്. മിനിഞ്ഞാന്നാണ് അമേരിക്ക പറഞ്ഞത്, നിങ്ങൾ മിസൈൽ ലോഞ്ചറുകൾ ഇവർക്ക് ഇറാന് കൊടുക്കാൻ തീരുമാനിച്ചു. അത് ലോഡ് ചെയ്ത് കപ്പലുമായിട്ട് വന്നുകൊണ്ട് ഇത് തോളത്ത് വെച്ച് മിസൈൽ ലോഞ്ച് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ യുദ്ധം താഴത്തേക്ക്, അന്തരീക്ഷത്തിൽ താഴത്തേക്ക് വന്നില്ല. ലോ ഫ്ലൈയിങ് എയർക്രാഫ്റ്റൊക്കെയാണ് ഇനിയിപ്പോൾ ചെറിയ ടാർഗറ്റുകൾ, അത് ഇതൊക്കെ. ബാക്കിയെല്ലാം തീർന്നു. ഇറാൻ മരുഭൂമിയായി കഴിഞ്ഞു ഇറാൻ. ഇപ്പോൾ ലോ ഫ്ലൈയിങ് എയർക്രാഫ്റ്റ് വന്നു കഴിയുമ്പോൾ പിന്നെ ഈ തോളത്ത് വെച്ചുള്ള മിസൈൽ ലോഞ്ചർ വെച്ച് ഈ വിമാനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അത് ലോഡ് ചെയ്ത് ചൈനീസ് കപ്പൽ ഇറാനിലേക്ക് വരുന്നു എന്നുള്ളതാണ് US ഇൻ്റലിജൻറ്റ് പുറത്തുവിട്ട വിവരം. ചൈന പറഞ്ഞു അതൊക്കെ നോൺസെൻസാണ്, ഞങ്ങളങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ട്രംപ് പിന്നെയും പറഞ്ഞു 50% താരിഫ് അടിക്കും ഞാനറിയാതെ അവർക്ക് ആയുധം കൊടുത്തു കഴിഞ്ഞു. അയാൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നില്ല, ഇറാനെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് 50% താരിഫ്. ഇങ്ങനെ കോൺട്രഡിക്ടറി ആയിരിക്കും, കോംപ്ലിമെൻ്ററി ആയ ഒരുപാട് പ്രസ്താവനകളും വാർത്തകളും ഒക്കെ. ഇതെല്ലാം ചേർന്ന് ഇതിനകത്തെ സത്യം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പണിയുണ്ട്. പറഞ്ഞല്ലേ സത്യം പറഞ്ഞപ്പോൾ ഈ യുദ്ധത്തെ കൃത്യമായി വിശകലനം ചെയ്യാൻ പോലും സാധ്യമല്ലാത്ത വിധത്തിലുള്ള വിഭ്രമങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ട്രംപ്. സാർ നോക്കിയോ, മലയാളം ചാനലുകളുണ്ടല്ലോ, അവരേകദേശം ഒരേപോലെയാണ് യുദ്ധത്തിൻ്റെ കവറേജ് പോകുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, ഇന്ത്യയിൽ ആ ചാനലുകൾ നോക്കിയോ, ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. ചർച്ച ഫെയിലായി എന്നൊരു ചാനൽ പറയും, ചർച്ച 1-ാം ഘട്ടം കഴിഞ്ഞു, 2-ാം ഘട്ടത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. ഇത് വേറൊരു ചാനൽ പറയും. ഇത് രണ്ടും ശരിയല്ലേ? രണ്ടും ശരിയല്ല. ചർച്ച ഫെയിലായി, ബട്ട് ഇനി ചർച്ചയുണ്ടോ? ഉണ്ടാവാം, പക്ഷേ അതിൻ്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. അതും ശരിയാണ്.
ഇങ്ങനെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു തീർച്ചയില്ല. കാരണം നമുക്കൊരു സോഴ്സ് എന്ന് പറഞ്ഞാൽ റോയിട്ടേഴ്സ്, BBC, വാഷിങ്ടൺ പോസ്റ്റ് ഇതുപോലെയൊക്കെയാണ്. ഇവർ തന്നെ കൺഫ്യൂസ്ഡാണ്. അൽ ജസീറ കൺഫ്യൂസ്ഡാണ്. അൽ ജസീറയാണെങ്കിൽ ഇറാൻ്റെയൊക്കെ സ്വന്തക്കാരെന്ന് നമ്മൾ വിചാരിക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോയിന്റ് ബൈ പോയിന്റ് വാർത്ത കൊടുക്കുന്നവരാണ്. അവർക്ക് അവരുടെ ബയാസ് ഇരിക്കട്ടെ, പക്ഷേ ഇത്ര കൃത്യമായിട്ട് വാർത്തകളെ അടുക്കുന്ന വേറെ ആരുമില്ല അൽ ജസീറ. ഞാൻ ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്റ്റ് എടുക്കാനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അൽ ജസീറയാണ്. ആ അൽ ജസീറയ്ക്ക് പോലും കൺഫ്യൂഷനാണ്. ഇനി എന്തായിരിക്കും ഇപ്പോൾ പാകിസ്ഥാൻ ഈ കാര്യത്തിൽ യുദ്ധത്തിൽ നേരിട്ട് രംഗപ്രവേശം ചെയ്താൽ ഇറാൻ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടല്ലേ? അതിലേറെ അവസാനത്തെ ഒരു ചോദ്യം TG ഉന്നയിച്ചൊരു ചോദ്യമാണ്. ഇതിൽ റഷ്യയുടെ കള്ളക്കളി എത്രത്തോളം ഉണ്ട്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ചൈന നമുക്ക് മനസ്സിലാക്കാം ചൈനയുടെ താല്പര്യം. റഷ്യ പക്ഷേ ഈ ഓഫറുമായിട്ട് ഞാൻ മധ്യസ്ഥനാവാന്ന് പറഞ്ഞിട്ട് ട്രംപിന് കളിക്കുന്നത് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. താമസിയാതെ അത് പുറത്ത് വരും. വരട്ടെ. 3-4 ദിവസത്തിനകം വരും. റൈറ്റ്.